യുഗയുഗാന്തരങ്ങളായി അധർമ്മത്തെ അമർച്ച ചെയ്ത് ധർമ്മം സംരക്ഷിക്കാൻ ദൈവങ്ങൾ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരെ പരീക്ഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്ത പല കഥകളും നാം കേട്ടിട്ടുണ്ട്. അവതാര ലക്ഷ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അമാനുഷിക കൃത്യങ്ങൾ ചെയ്യുകയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ ദൈവികത മനസ്സിലാക്കുകയും അതുവഴി ആരാധനാപാത്രങ്ങളാവുകയും ചെയ്യുന്നത്. ഉത്തര കേരളത്തിൽ കെട്ടിയാടപ്പെടുന്ന തെയ്യക്കോലങ്ങളുടെ പുരാവൃത്തങ്ങളിൽ പലതും ഈ കാര്യത്തെ സാധൂകരിക്കുന്നതാണ്. കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് അവരുടെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ. മുത്തപ്പന് മുന്നിൽ നിറകണ്ണുകളോടെ ഭക്തർ അവരുടെ സങ്കടങ്ങളുമായി ജാതി മതത്തിന് അതീതമായി എത്താറുണ്ട്. സങ്കടങ്ങൾ വരുമ്പോൾ മുത്തപ്പ എന്ന് വിളിച്ചുവല്ലേ, ആ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും കൂടെ എന്ന അനുഗ്രഹവർഷം ചൊരിഞ്ഞ് വിശ്വാസത്തിൻ്റെ മറ്റൊരു കൊടുമുടിയിലേക്ക് നമ്മളെ നയിക്കാൻ മറ്റൊരാൾക്കുമില്ലാത്ത ശക്തിയാണ് മുത്തപ്പന്. തെയ്യക്കോലങ്ങളിൽ ജനങ്ങളിലേക്കിറങ്ങി അവരിൽ ഒരാളായി ഒരു കാരണവരുടെ അധികാരത്തോടെ കുശലാന്വേഷണം നടത്തുന്ന ഏക ദൈവം കൂടിയാണ് മുത്തപ്പൻ. നാം പറയാതെ തന്നെ നമ്മുടെ മനസ്സിലെ സങ്കടം മനസ്സിലാക്കി സാന്ത്വന വാക്കുകളാൽ ആവലാതി അകറ്റാനും ആയുരാരോഗ്യം നേരാനും വടക്കേ മലബാറുകാർക്ക് മുത്തപ്പനല്ലാതെ മറ്റൊരു ദൈവമില്ല. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിലെ അയ്യങ്കരമന എന്ന പ്രശസ്തമായ ബ്രാഹ്മണ കുടുംബത്തിലെ ദമ്പതികളായ അയ്യങ്കര വാഴുന്നോർക്കും പത്നിയായ പാടിക്കുറ്റിയമ്മയ്ക്കും കുട്ടികളുണ്ടായിരുന്നില്ല. ശിവഭക്തിയായ അമ്മ ഒരു കുഞ്ഞിനു വേണ്ടി നിത്യേന പല വഴിപാടുകളും ചെയ്തു പോന്നു. ഒരു ദിവസം വീടിന് സമീപമുള്ള തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കെ തൊട്ടരികിൽ ഒരു പാറപ്പുറത്ത് തേജോമയനായ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനിടയായി. ഉടൻ തന്നെ എല്ലാം മറന്ന ആ അമ്മ ആ കുഞ്ഞിനെ വാരിപ്പുണർന്ന് മനയിലേക്കോടി. തുടർന്ന് ആ കുഞ്ഞ് അയ്യങ്കര മനയുടെ ഓമനപുത്രനായി വളർന്നു വന്നു. വളർന്നു വലുതായപ്പോൾ അവൻ്റെ ചങ്ങാത്തം തൊട്ടടുത്തുള്ള കീഴ്ജാതിയിലുള്ള കുട്ടികളോടൊപ്പമായിരുന്നു. അമ്പും വില്ലുമെടുത്ത് വനങ്ങളിൽ ചെന്ന് നായാടി മത്സ്യമാംസാദികൾ ചുട്ടുതിന്നുകയായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. മനയിലെ ചിട്ടകൾക്കെതിരായിരുന്നു മകൻ്റെ പ്രവൃത്തികളെല്ലാം. ഇതിൽ മനംനൊന്ത മാതാപിതാക്കൾ മകനെ ശാസിച്ചു. തുടർന്ന് മകൻ തൻ്റെ അവതാരോദ്ദേശം മാതാപിതാക്കളോട് വെളിപ്പെടുത്തുകയും തൻ്റെ വിശ്വരൂപം അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. വീട് വിട്ടിറങ്ങിയ മുത്തപ്പൻ നേരെ ചെന്നത് കുന്നത്തൂർ പാടിയിലേക്കായിരുന്നു. വഴിമധ്യേ ഒരു പനയുടെ മുകളിൽ കയറി നല്ല പനങ്കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മുത്തോരാൻ ചന്ദൻ എന്ന തീയ യുവാവ് തൻ്റെ പനയിൽ കയറി കള്ളു മോഷ്ടിച്ച ആളിനെ ലക്ഷ്യമാക്കി അമ്പെയ്തു. തൻ്റെ നേരെ അമ്പെയ്ത ചന്ദനെ മുത്തപ്പൻ ശപിച്ച് കല്ലാക്കി മാറ്റി. ഭർത്താവിനെ കാണാതെ വിഷമിച്ചു വന്ന ചന്ദൻ്റെ ഭാര്യ കല്ലായി മാറിയ തൻ്റെ ഭർത്താവിനെ കണ്ട് നിലവിളിച്ചു. പനയുടെ മുകളിൽ കണ്ട മുത്തുപോലുള്ള ദിവ്യരൂപത്തോട് എൻ്റെ മുത്തപ്പ കാത്തുരക്ഷിക്കണേ എന്ന് വിളിച്ചു കരഞ്ഞു. തൻ്റെ പക്കൽ ആകെ ഉണ്ടായിരുന്ന പയറും കടലയും ചുട്ട മത്സ്യവും ഒരു കുടം കള്ളും വെച്ചുകൊടുത്തു. സംപ്രീതനായ മുത്തപ്പൻ ചന്ദനെ പഴയ രൂപത്തിലാക്കി. ചന്ദൻ്റെ ഭാര്യ നേദിച്ചതാണ് ആദ്യ പൈങ്കുറ്റി. മുത്തപ്പൻ്റെ പ്രധാന നൈവേദ്യത്തിന് പറയുന്ന പേരാണ് പൈങ്കുറ്റി.
ഇന്നും മുത്തപ്പൻ്റെ പ്രധാന നൈവേദ്യം ചന്ദൻ്റെ ഭാര്യ നേദിച്ച കടലയും പയറും കള്ളും ചുട്ട മത്സ്യവും തന്നെയാണ്. കുന്നത്തൂരിൽ ഏതാനും വർഷം താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറാൻ തീരുമാനിച്ചു. ഒരമ്പ് ആകാശത്തേക്ക് തൊടുത്തുവിടുകയും ആ അമ്പ് തറച്ച പ്രദേശത്തിലാണ് ഇന്ന് കാണുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കലിയുഗത്തിലെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അവതാരമായാണ് മുത്തപ്പനെ വിശേഷിപ്പിക്കുന്നത്. തിരുവപ്പൻ വിഷ്ണുവിൻ്റെയും മുത്തപ്പൻ ശിവൻ്റെയും അവതാരമാണ്. നായയില്ലെങ്കിൽ മുത്തപ്പനില്ല, മുത്തപ്പനില്ലെങ്കിൽ നായയുമില്ല. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ഭക്തരെ സ്വീകരിക്കുന്നത് തന്നെ മുത്തപ്പൻ്റെ ഇഷ്ടത്തോഴരായ നായ്ക്കളാണ്. മുത്തപ്പൻ്റെ പ്രധാന നൈവേദ്യം ആദ്യം നായ്ക്കൾക്കാണ് സമർപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ നായ്ക്കളുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളുമുണ്ട്. ഏതാനും വർഷം മുമ്പ് നായ്ക്കളുടെ എണ്ണം പെരുകിയതുകൊണ്ട് കുറച്ചു നായ്ക്കളെ ക്ഷേത്രഭാരവാഹികൾ ഇവിടെ നിന്നും ദൂരെ കൊണ്ട് കളഞ്ഞു. പക്ഷേ അന്നു മുതൽ ഇവിടെ മുത്തപ്പൻ കെട്ടിയാടാൻ നിയോഗിച്ച ആൾക്ക് മുത്തപ്പൻ കെട്ടിയാടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പല ദുർനിമിത്തങ്ങളും ഇവിടെ കാണുവാനിടയായി. തുടർന്ന് തെറ്റ് മനസ്സിലാക്കിയ ക്ഷേത്രഭാരവാഹികൾ നായ്ക്കളെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ക്ഷേത്രം ഇവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത്. കണ്ണൂരിൽ ഇന്ത്യൻ റെയിൽവേക്കുമുണ്ട് സ്വന്തമായി ഒരു മുത്തപ്പൻ, റെയിൽവേ മുത്തപ്പൻ. ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാർ സ്ഥാപനം ഇത്രയും ശക്തവും പ്രശസ്തവുമായ രീതിയിൽ ഒരു മുത്തപ്പൻ ക്ഷേത്രം ആരംഭിക്കുന്നതിന് കാരണമായി തീർന്ന കഥ ഏറെ കൗതുകകരമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കായി കൊണ്ടുവന്ന മദ്യക്കുപ്പികൾ ഏതാനും ചിലത് മോഷ്ടിക്കപ്പെട്ടു. കുറ്റം ആരോപിച്ച് സ്റ്റേഷൻ മാസ്റ്ററെയും മറ്റ് ജീവനക്കാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ജീവനക്കാർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറശ്ശിനി മുത്തപ്പനെ മനംനൊന്തു പ്രാർത്ഥിച്ചു. മാസത്തിലൊരിക്കൽ മുത്തപ്പൻ്റെ പ്രധാന വഴിപാടായ പയങ്കുറ്റി നടത്താമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ യഥാർത്ഥ മോഷ്ടാവിനെ മോഷണ മുതൽ സഹിതം പിടികൂടാൻ സാധിക്കുകയും സ്റ്റേഷൻ മാസ്റ്ററെയും മറ്റ് ജീവനക്കാരെയും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അന്നു മുതൽ തങ്ങളെ അപമാന ഭാരത്തിൽ നിന്നും രക്ഷിച്ച് ജോലി തിരിച്ചു നൽകിയ ഭക്തവത്സലനായ മുത്തപ്പന് വേണ്ടി ജീവനക്കാർ സ്റ്റേഷൻ വളപ്പിലെ മാവിൻ ചുവട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്തു. പിന്നീട് ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതിനെ തുടർന്ന് സ്റ്റേഷന് സമീപം തന്നെ റെയിൽവേയുടെ അനുമതിയോടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ മുത്തപ്പൻ വെള്ളാട്ടം നടന്നു വരാറുണ്ട്. റെയിൽവേ ജീവനക്കാരാണ് ഇവിടത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇന്ന് പാലക്കാട് ഷൊർണൂർ മുതൽ മംഗലാപുരം വരെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നമുക്ക് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഷൊർണൂർ, വടകര, മാഹി, കണ്ണൂർ, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി, കണ്ണപുരം, പയ്യന്നൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, മംഗലാപുരം തുടങ്ങി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ന് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം നമുക്ക് കാണാവുന്നതാണ്. ഒരു കണ്ണൂരുകാരനും തൻ്റെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ പറശ്ശിനിയെയും മുത്തപ്പനെയും ഉൾപ്പെടുത്താതെ സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതത്തെ അത്രയേറെ സ്വാധീനിക്കുന്നുണ്ട് മുത്തപ്പൻ. ഒരു പുതിയ ഗൃഹം നിർമ്മിച്ചാലും പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചാലും ഉദ്ദിഷ്ടകാര്യം സാധിച്ചാലും എല്ലാവരും പ്രാർത്ഥനയായി മുത്തപ്പൻ വെള്ളാട്ടം വീടുകളിൽ നടത്താറുണ്ട്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സർവരെയും സ്വീകരിക്കുന്ന പറശ്ശിനി മടപ്പുര അതിൻ്റെ ആതിഥ്യ മര്യാദയിലും മറ്റ് ആരാധനാലയങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഏതു നേരവും ചായയും പയർ പുഴുങ്ങിയതും ഉച്ചയ്ക്കും രാത്രിയിലും ചോറും ഇവിടെ പ്രസാദമായി ലഭിക്കുന്നു. അതുപോലെ ഇവിടുത്തെ വഴിപാടുകളും വളരെ ജനകീയമാണ്. 25 പൈസക്ക് വരെ നടത്താവുന്ന വഴിപാടുകളുണ്ട് ഇവിടെ. ഇത് പറശ്ശിനിയുടെയും മുത്തപ്പൻ്റെയും മാത്രം പ്രത്യേകതകളാണ്. മെയ് വഴക്കവും ചടുല താളങ്ങളും സമന്വയിക്കുന്ന പയ്യന്നൂർ കോൽക്കളിയുടെയും പൂരക്കളിയുടെയും വിശേഷങ്ങളിലേക്കാണ് നാം ഇനി കടക്കുന്നത്.